നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1800 സ്ക്വയർ ഫീറ്റിലെ 2 നിലകളിലായി 4 ബെഡ്റൂമിൽ പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനുമാണ് നോക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോർ 1260ഉം ഫസ്റ്റ് ഫ്ലോർ 540 സ്ക്വയർ ഫീറ്റുമാണ് വരുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വീതി 1039ഉം നീളം 1431ആണ് വരുന്നത്. കുറഞ്ഞതൊരു 6 സെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയുള്ള ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് 3D എലിവേഷൻ കാണാം. ശേഷം ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് പ്രൊജക്റ്റിൻ്റെ എക്സ്റ്റീരിയർ 3D എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. കണ്ടംപററി സ്റ്റൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. കളർ പാറ്റേൺ ഗ്രേ വെയിറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്തൊരു ടെക്സ്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബ്രിക്കിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു 3D എലിവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ. വീഡിയോ തുടരുന്നതിന് മുമ്പ് ഞാനൊരു 2 വാക്ക് പറയാണ്. നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. കാരണം ഭാവിയിൽ നിങ്ങൾ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ ഒരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്ലാനിനെക്കുറിച്ചും എക്സ്റ്റീരിയർ എലിവേഷനെക്കുറിച്ചും വീടിൻ്റെ ഇൻറ്റീരിയർ ഫർണിച്ചർ സ്പേസ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ ഈ ഒരു ചാനലിലൂടെ ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സിറ്റൗട്ടിലേക്ക് കിടക്കാം. സിറ്റൗട്ടിൻ്റെ വീതി 428ഉം നീളം 190 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഈ 2 ഭാഗങ്ങളിലായിട്ട് ചെയർ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സിറ്റൗട്ടാണ്. ലിവിങ് റൂമിലേക്ക് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് 2 സിംഗിൾ പാളി വിൻഡോയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്ന ഇവിടെ ലിവിങ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂമിൻ്റെ വീതി 420ഉം നീളം 325 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഈ ഭാഗത്താണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സിംഗിൾ സിറ്റർ സോഫ കൊടുത്തിട്ടുണ്ട്. കോഫി ടേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാളിലാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 പാളിയുടെ 2 വിൻഡോയാണ് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വീതി 348ഉം നീളം 325 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഹെഡ് ബോർഡ് വരുന്ന രീതിക്കാണ് ഈ ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഒരു 3 പാളി വിൻഡോയും ഇവിടുന്ന് ഒരു സിംഗിൾ പാളി വിൻഡോയാണ് കാറ്റും വെളിച്ചവും കിടക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ വീതി 150ഉം നീളം 120 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ വീതി 300ഉം നീളം 358 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഹെഡ് ബോർഡ് വരുന്ന രീതിക്കാണ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. 120 സെൻറ്റിമീറ്റർ വീതിയും 150 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. ഈ ഭാഗത്തൊരു വിൻഡോ വരുന്നുണ്ട്. അത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇത്രയൊക്കെയാണ് ഒരു രണ്ടാമത്തെ ബെഡ്റൂമിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വീതി 348ഉം നീളം 328 സെൻറ്റിമീറ്ററാണ് വരുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഹെഡ് ബോർഡ് വരുന്ന രീതിക്കാണ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാർഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു വിൻഡോ ഈ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് 200 സെൻറ്റിമീറ്റർ വീതിയും 120 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. കിച്ചൻ്റെ ഡോറ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കിച്ചൻ്റെ വീതി 354ഉം നീളം 260 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഒരു L ഷേപ്പിലാണ് കിച്ചൺ സ്ലാബ് വരുന്നത്. താഴെയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കബോർഡും കാര്യങ്ങളൊക്കെ മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അത് ഗ്യാസും അതുപോലെ തന്നെ സിങ്കും ഫ്രിഡ്ജും തമ്മിൽ വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 സിംഗിൾ പാളി വിൻഡോയാണ് കിച്ചണിൽ കാറ്റും വെളിച്ചവും കിടക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയൻ്റെ
വീതി 188, നീളം 354 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇവിടെ ഗ്രില്ലാണ് വരുന്നത്. ഈ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് വരുന്നത്. 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ വീതി 466, നീളം 358 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഡൈനിങ്ങിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയറിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റെയർ കയറി എത്തുന്നത്. ഈ ഒരു ഭാഗം 315, 265 സ്പേസ് വരുന്നത്. ഇവിടെ 2 ചെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹോള് വരുന്നുണ്ട്. ഹോളിൻ്റെ വീതി 420, നീളം 325 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇവിടെ സോഫ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും അതുപോലെ തന്നെ ഇവിടുന്ന് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക്, 4ാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. 4ാമത്തെ ബെഡ്റൂമിൻ്റെ വീതി 348, നീളം 325 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 180, 120 ഈ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് വരുന്നത്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണീൻ്റെ വീതി 428, നീളം 190 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു 3D ഫ്ലോർ പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവട്ടെ. ഏകദേശം ഈ ഒരു വീടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുകയാണെങ്കിൽ 27 ലക്ഷം മുതൽ 32 ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് വരും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു പ്ലാനിൻ്റെ PDF ആവശ്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.